ഞാൻ ഇന്നലെ ചെന്നൈയിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്ത് വന്നത്. അപ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെ ലോഞ്ചിലൊരു ഷെഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷെഫ് ഒരു തമിഴ്നാട് സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം, ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് യു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, അയാൾക്ക് ആൾ മാറിയതായിരിക്കുമോ? കാരണം ഞാൻ തമിഴ് സിനിമകളൊന്നും അങ്ങനെ 2-3 തമിഴ് സിനിമകളെ ചെയ്തിട്ടുള്ളൂ, കൂടുതലും മലയാളമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൾ മാറിയതായിരിക്കുമോ എന്ന് വെച്ചാൽ ഞാൻ ആ താങ്ക് യു എന്ന് പറഞ്ഞെങ്കിലും ഉടനെ തന്നെ എൻ്റെ സംശയത്തിനെ എന്താ പറയുക ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ജോലി കിട്ടിയിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത് കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് മീശമാധവൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്ത കാലത്തായിരുന്നു, ആ വർഷമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കണ്ട മലയാള സിനിമ മീശമാധവനാണ്. നിങ്ങളുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടും നിങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ടുമാണ് ഞാൻ മലയാളം സംസാരിക്കാൻ പഠിച്ചത്. അപ്പം ഞാൻ ആലോചിച്ചു, 23 വർഷമായി മീശമാധവൻ എന്ന് പറയുന്ന സിനിമ റിലീസായിട്ട്. അപ്പം ഇന്നലെ അത് 2022 പടം റിലീസായത്. ഇന്നലെ അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് മീശമാധവനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ റിലീസ് ചെയ്തൊരു സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷവും ഒരു അഭിമാനവും ഒക്കെ മനസ്സിൽ തോന്നി. അപ്പം ഞാൻ ആലോചിച്ചു, അപ്പോൾ ആ സിനിമ എത്രത്തോളം ആയിരിക്കണം ആൾക്കാരുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയം. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നത് ആൾക്കാരെടുക്കുന്നത് പലതരത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ വന്ന അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പം നമ്മളുടെ പ്രവൃത്തി എന്ത് തന്നെ ആയാലും അത് മുന്നോട്ട് നയിക്കുന്ന ആശയത്തിനെ ബേസ് ചെയ്തിരിക്കും അതിൻ്റെ വിജയം എന്നുള്ളത്.